അശ്വതി, ഭരണി, കാർത്തിക, കാല് ചേർന്നാണ് മേടക്കൂറ്. ഈ മേടക്കൂറുകാർക്കിപ്പോൾ 7.5 കണ്ടക ശനിയാണ്. അതായത് 12-ലാണ് അവർക്ക് ശനി, 3-ലെ വ്യാഴവും. നല്ല ഗ്രഹപ്പഴയുള്ള സമയമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 7 ശനിക്ക് പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും നീരാഞ്ജനവിളക്ക് പോലുള്ള നേർച്ചകൾ ചെയ്യുകയും ചെയ്യണം. കൂടാതെ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നത് അത്ര നല്ലതായിരിക്കുകയില്ല. ഈ കാലഘട്ടം സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അതിൽ നഷ്ടങ്ങളോ നാശങ്ങളോ നേരിടും. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താതിരിക്കുകയായിരിക്കും നല്ലത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ജാതകത്തിൽ നല്ല ദശ നടക്കുന്നവർക്ക് ഇത് അത്ര ബാധകമായിരിക്കുകയില്ല. അതായത് ശുക്രദശ, വ്യാഴദശ, പക്ഷബലമുള്ള ചന്ദ്രൻ്റെ ദശ, ബലമുള്ള ബുധൻ്റെ ദശ, ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ഇത് അത്ര ദോഷത്തെ ചെയ്യുകയില്ല. എന്നാൽ ശനിദശ, രാഹുർ ദശ, നീചഗ്രഹങ്ങളുടെ ദശ, ഇതൊക്കെ നടക്കുന്നവർക്ക് ഈ 7 ശനി നന്നായിട്ട് എറിക്കും. അതിനാൽ വളരെ ശ്രദ്ധിച്ച് മേടക്കൂറുകാർ ഇടപെടേണ്ട ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കുകയും അടിപിടിയോ കലഹങ്ങളോ വഴക്കുകളോ പോലീസ് കേസുകളോ ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം. ഇതേപോലെ ഇടവക്കൂറുകാർക്ക് പൊതുവെ ശുഭസമയമാണ്. എന്നാൽ മിഥുനക്കൂറിന് കണ്ടകശനിയും ജന്മവ്യാഴവും നടക്കുന്നുണ്ട്. മിഥുനക്കൂറുകാർക്ക് സമയദോഷമുണ്ട്. ജന്മത്തിൽ കൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അത്ര നല്ലതായിരിക്കത്തില്ല. വക്രഗ്രഹമാണ് നിൽക്കുന്നത്. വ്യാഴം വക്രം ചെയ്താണ് കയറിയിരിക്കുന്നത്. എന്നാലും അത്ര ശുഭകരമായിരിക്കുകയില്ല. 10-ലെ കണ്ടകശനി ആയതുകൊണ്ട് 10-ലാണ് ശനി. അതുകൊണ്ട്